വെൽക്കം ടു ബിടെക് മെഡിസി. നമ്മൾ ഇന്നിവിടെ 2019 സ്കീം S6 EET ആൻഡ് ECT കോംപ്രിഹെൻസീവ് കോഴ്സ് വർക്കിന്റെ അതിലുള്ള സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസിലെ ക്വസ്റ്റ്യൻസ് ട്രിപ്ലിക്കും ഈസി സ്റ്റുഡൻസിനും ഒരേപോലെ ഉപയോഗമുള്ളതാണ്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്നത് സ്ഥിരം ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കോംപ്രിഹെൻസീവ് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി നമുക്കറിയാം കോംപ്രിഹെൻസീവ് എക്സാമിന് ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ല ഒരു ഷുവർ അല്ലാത്ത ക്വസ്റ്റ്യൻ പോലും നമുക്കൊരു എലിമിനേറ്റർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ ശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലപോലെ കുറേ പ്രാവശ്യം ഒന്ന് ചെയ്ത് പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കോംപ്രിഹെൻസീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന പേപ്പറിനെ പറ്റിയുള്ള ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ കോസൽ സിസ്റ്റം. അതായത് താഴെ തന്നിരിക്കുന്നവയിൽ നോൺ കോസൽ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോൺ കോസൽ സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു നോൺ കോസൽ സിസ്റ്റം എന്നറിയണം. നോൺ കോസൽ സിസ്റ്റം ഏത് സിസ്റ്റമാണോ അതിൻ്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പാസ്റ്റിനെയും അതേപോലെ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നോൺ കോസൽ സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കോസൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? എ സിസ്റ്റം ഇൻ വിച്ച് ഇറ്റ്സ് ഔട്ട്പുട്ട് റെസ്പോൺസ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി പാസ്റ്റ് ആൻഡ് പ്രസന്റ്. അങ്ങനെയുള്ള സിസ്റ്റത്തിനെ നമ്മൾ എന്തെന്ന് പറയും? കോസൽ സിസ്റ്റം എന്ന് പറയും. നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് y of t is equal to x of t plus 1. അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രസന്റ്. ആ പ്രസന്റിൽ നിന്നും +1 ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതെന്ത് വരും? ഇത് പ്രസന്റ് ആണെങ്കിൽ, എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് പ്രസന്റ് ആണെങ്കിൽ എക്സ് ഓഫ് ടി പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ആണല്ലേ. അതായത് ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്ന ഓപ്ഷനിലെ സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അപ്പോഴേ തന്നെ പറയാം ഇതൊരു നോൺ കോസൽ സിസ്റ്റം ആണെന്ന് പറയാം. എന്നാലും നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. നോക്കിക്കേ, ഓപ്ഷൻ ബി എന്താ തന്നിരിക്കുന്നത്? y of t is equal to x of t minus 1. അപ്പം x of t minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? x of t minus 1 എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് അല്ലേ, പാസ്റ്റ് ഇൻപുട്ട് ആണ്. x of t minus 1 എന്ന് പറയുന്നത് പാസ്റ്റ് ഇൻപുട്ട് ആണ്. അപ്പോൾ ഒരു സിസ്റ്റം പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഈ സിസ്റ്റം എന്താണ്? ഒരു കോസൽ സിസ്റ്റം ആണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? y of t is equal to x of t പ്ലസ് ഒരു കോൺസ്റ്റന്റ്. ഔട്ട്പുട്ട് റെസ്പോൺസ് പ്രസന്റ് ഇൻപുട്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു കോസൽ സിസ്റ്റം എന്ന് പറയാം. നെക്സ്റ്റ് നോക്കിക്കേ, y of t equal to x of t minus 1 പ്ലസ് ഇത്. നമ്മുടെ ഈ കൂടെയുള്ള കോൺസ്റ്റന്റ് എല്ലാം നോക്കണം, നമുക്ക് ആ ഫംഗ്ഷനെയാണ് നോക്കേണ്ടത് അല്ലേ. നോക്കിക്കേ, ഔട്ട്പുട്ട് റെസ്പോൺസിന് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പാസ്റ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഫ്യൂച്ചറിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം എന്താണ്? ഒരു കോസൽ സിസ്റ്റം ആണ്. സോ നമുക്ക് എന്തെന്ന് പറയാം? നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് y of t equal to x of t plus 1 ആണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിസ്ക്രീറ്റ് ടൈം ഇൻപുട്ട് x of n നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് x of n ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ y of n is the output which is related as. y of n എങ്ങനെയാണ് x of n ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് തന്നിരിക്കുന്നത്? y of n is equal to root of n into x of n. Okay, of n. y of n is equal to root of n into x of n. ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ ക്വസ്റ്റ്യനിനകത്ത് നമ്മുടെ ഇതേപോലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ലീനിയർ ആണോ, ടൈം ഇൻവേരിയന്റ് ആണോ, കോസൽ ആണോ, സ്റ്റേബിൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് റെസ്പോൺസിനകത്ത് ഒരു
സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ് അല്ലെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ടേം അതല്ലെങ്കിൽ ഒരു സ്ക്വയർ റൂട്ട് അതും അല്ലെങ്കിൽ ഒരു ക്യൂബ് റൂട്ട് ഇതിലൊക്കെ എന്ത് കണ്ടാലും ഔട്ട്പുട്ട് റെസ്പോൺസിൽ എന്ത് കണ്ടാലും ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? നോൺ ലീനിയർ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, എന്ത് സിസ്റ്റം ആയിരിക്കും? നോൺ ലീനിയർ സിസ്റ്റം ആയിരിക്കും. നോക്കിക്കേ, നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതില് നോൺ ലീനിയർ സിസ്റ്റം വരുന്നതാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. നോക്കിക്കേ, ബിയും സിയും നോൺ ലീനിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വെട്ടാം? എയും അല്ല ഡിയും അല്ല എന്ന് നമുക്ക് പറയാം. ഒന്നുകിൽ ബി അല്ലെങ്കിൽ സി. ഓക്കെ, ഇനി നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് റെസ്പോൺസ് എന്ന് പറയുന്നത് ഇൻപുട്ടിന്റെ പ്രസന്റ് ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതായത് എക്സ് ഓഫ് എന്നിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റം എന്താണ്? ഒരു കോസൽ സിസ്റ്റമാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇവിടെ ഉള്ള എല്ലാ ഓപ്ഷൻസിലും സിസ്റ്റം കോസൽ ആണെന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം സിസ്റ്റം കോസൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സാധനം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് പറയാം. ഇതേപോലെ എക്സ്പൊണൻഷ്യൽ ടേമോ സ്ക്വയറോ സ്ക്വയർ റൂട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം എന്തുമാകാം? അൺസ്റ്റേബിൾ ആകാം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടൈം ഇൻവേരിയന്റ് ആണോ വേരിയന്റ് ആണോ എന്ന് പറയാം. അപ്പൊ ടൈം ഇൻവേരിയന്റ് ആണോ വേരിയന്റ് ആണോ എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഒരു ഡിലേ കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ ഒരു നമ്മൾ എന്താ പറയുക, ഒരു ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ y ഓഫ് n മൈനസ് കെ എന്നുള്ളതാണ് ഒരു ഡിലേ എങ്കിൽ അവിടെ എന്ത് വരും? ഒരു ഡിലേ കൊടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് n ഇൻറ്റു, അതായത് ഔട്ട്പുട്ടിന് ഒരു ഡിലേ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരും? n ഇൻറ്റു എക്സ് ഓഫ് n മൈനസ് കെ. അതായത് ഫംഗ്ഷന് മാത്രമേ നമ്മൾ ഡിലേ വരുത്തുള്ളൂ, വെറുതെ കിടക്കുന്നതിനൊന്നും ഡിലേ വരുത്തില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക? എന്നിന് പകരം നമ്മൾ n മൈനസ് കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് എന്ത് വരും? ഇതെന്ന് പറയുന്നത് n മൈനസ് കെ ഇൻറ്റു എക്സ് ഓഫ് n മൈനസ് കെ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നിന് പകരം n വരുന്നിടത്തെല്ലാം n മൈനസ് കെ വെച്ചിട്ട് ചെയ്യുന്നതിന് y ഓഫ് n കോമ കെ എന്ന് ഇട്ടാലും മതി. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരത്തില്ല. y ഓഫ് n കോമ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് n മൈനസ് കെ ഇൻറ്റു എക്സ് ഓഫ് n മൈനസ് കെ. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്മുടെ റെസ്പോൺസിന് ഒരു ഡിലേ കൊടുത്തു. നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്ന? ആ n വരുന്ന എല്ലാ പ്ലേസിലും നമ്മൾ n മൈനസ് കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇങ്ങനെ റീപ്ലേസ് ചെയ്യുമ്പോൾ y ഓഫ് n മൈനസ് കെ എന്ന് പറയുന്നത് ഈക്വൽ ടു y ഓഫ് n കോമ കെ ആണെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് ടൈം ഇൻവേരിയന്റ് ആയിരിക്കും. ഓക്കെ, ഇനി y ഓഫ് n മൈനസ് കെ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു y ഓഫ് n കോമ കെ ആണെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് ടൈം വേരിയന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കിക്കേ, നമ്മൾ ഇത് ചെയ്തപ്പോ y ഓഫ് n മൈനസ് കെ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു y ഓഫ് n കോമ കെ ആണ് അല്ലേ? നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? y ഓഫ് n മൈനസ് കെ നോട്ട് ഈക്വൽ ടു y ഓഫ് n കോമ കെ എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം എന്താണ്? സിസ്റ്റം ഈസ് ടൈം വേരിയിങ് അല്ലെങ്കിൽ ടൈം വേരിയന്റ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വരുന്നത് ഏത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ സി ആണ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ സി, അതായത് സിസ്റ്റം ഈസ് നോൺ ലീനിയർ, ടൈം ഇൻവേരിയന്റ്, കോസൽ ആൻഡ് അൺസ്റ്റേബിൾ. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് ഓഫ് ആൻ ഈവൻ ഫംഗ്ഷൻ ഡസൻറ്റ് ഹാവ്. അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഫോറിയർ സീരീസ് അല്ലേ? അപ്പോൾ ഒരു ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസിന്റെ ഒരു ഫോർമുല നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ആ ഒരു ഇക്വേഷൻ? അതായത് നമുക്കറിയാം ഒരു ഡി സി ടേമും ഒരു സൈൻ ടേമും ഒക്കെ വെച്ചിട്ട്, സൈൻ ടേമും കോസ് ടേമും ഒക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്? x of t is equal to a0 plus sigma n equal to 1 to infinity an cos
n omega 0 t plus sigma n equal to 1 to infinity bn sin n omega 0 t. ഇതാണ് നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എ സീറോയും എ എന്നും ബി എന്നിന്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള വേറെ 3 ഫോർമുലാസ് കൂടിയുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് ഓഫ് ആൻ ഈവൻ ഫംഗ്ഷൻ, ഒരു ഈവൻ ഫംഗ്ഷന്റെ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസിനകത്ത് കാണാനില്ലാത്ത ടേം എപ്പോഴും ശ്രദ്ധിച്ചോണം. ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ കോസ് ടേം മാത്രമേ കാണുകയുള്ളൂ. അതേപോലെ ഒരു ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മാത്രമേ കാണത്തുള്ളൂ, ഒരു സൈൻ ടേം മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈവൻ ഫംഗ്ഷനിൽ ഇല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്. ഈവൻ ഫംഗ്ഷനിൽ ഇല്ലാത്തത്, ഈവൻ ഫംഗ്ഷൻ ഉള്ളതിൽ എന്താണ്, കോസ് ടേം ഉള്ളത്. അപ്പൊ ഇല്ലാത്തത് എന്താണ്, സൈൻ ടേം ആണ്. അപ്പം ഈ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ഡി സി ടേം, ഓപ്ഷൻ ബി കോസ് ടേം, ഓപ്ഷൻ സി സൈൻ ടേം, ഓപ്ഷൻ ഡി ഓഡ് ഹാർമോണിക്സ് ടേം, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈവൻ ഹാർമോണിക്സ്നെസ് ഇല്ലാത്തത് എന്താണ്, ഓപ്ഷൻ സി സൈൻ ടേം ആണ് ഇതിന്റെ ആൻസർ. ഈ സെയിം ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കാം. നേരത്തെ തന്നെ പല രീതിയിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, ദ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് ഓഫ് ആൻ ഈവൻ ഫംഗ്ഷൻ ഹാവ് വിച്ച് കമ്പോണന്റ്. അതിലും ഈ സെയിം ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ എന്താണ് അതിന്റെ ആൻസർ വരുന്നത്, കൊസൈൻ ടേം എന്നായിരിക്കും. ഇനി വേറൊരു രീതി ചോദിക്കുന്നത്, ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് ആൻ ഓഡ് ഫംഗ്ഷൻ ഹാവ്, ഒരു ഓഡ് ഫംഗ്ഷനിൽ ഏത് ടേം ആയിരിക്കും ഉള്ളതെന്ന്. ആ ഓഡ് ഫംഗ്ഷനിലുള്ളത് എന്താണ്, സൈൻ ടേം. അപ്പോൾ ഇവിടെ ഒരു ഈവൻ ഫംഗ്ഷൻ കാണുമ്പോൾ ഉടനെ തന്നെ കോസ് ടേം കൊണ്ടുവന്ന് കുത്തരുത്. ചോദിച്ചിരിക്കുന്നത് ഈവൻ ഫംഗ്ഷനിൽ ഇല്ലാത്തത് എന്താണെന്നാണ്. അപ്പോൾ ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ പല രീതിയിലും തിരിച്ചും മറിച്ചും ചോദിക്കാം. നമുക്ക് അറിയേണ്ടുന്ന ഇത്ര കാര്യമുള്ളൂ, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ കോസ് ടേം കാണും, ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ സൈൻ ടേം കാണും. ഓക്കെ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which block of discrete time systems requires memory in order to store the previous input. നമ്മുടെ പ്രീവിയസ് ഇൻപുട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെമ്മറി വേണ്ടുന്ന ബ്ലോക്ക് ഏതാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഈ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റംസ് എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 3 എലമെന്റ്സ്, 3 എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്നാണ് എന്തെന്ന് പറയുന്നത്, ആഡർ, ദെൻ മൾട്ടിപ്ലയർ, ദെൻ ഡിലേ എലമെന്റ്. ഈ 3 എലമെന്റ്സ് ആയിരിക്കും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിനെ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാനുള്ളത്. ഈ 3 എലമെന്റില് മെമ്മറി വേണ്ടുന്ന ഏത് എലമെന്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെമ്മറി വേണ്ടുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്, ഡിലേ എലമെന്റ് ആണ്. ഡിലേ എലമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇസഡ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സിഗ്നൽ എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് ഒരു ഡിലേ എലമെന്റിനകത്തൂടി പാസ് ചെയ്താൽ അത് എന്തായിട്ട് മാറും, എക്സ് ഓഫ് എൻ മൈനസ് 1 ആവും. ഇനി ഈ സെയിം ഡിലേ എലമെന്റ് നമ്മൾ ഇപ്പൊ ഇസഡ് ഇൻവേഴ്സ് ഇതാണ് എക്സ് ഓഫ് എൻ എങ്കിൽ ഇവിടെ എന്തായിരിക്കും വരുന്നത്, എക്സ് ഓഫ് എൻ മൈനസ് 1 ആണ്. നമുക്ക് എക്സ് ഓഫ് എൻ മൈനസ് 2 ആയിരുന്നു വരേണ്ടതെങ്കിൽ വീണ്ടും ഒരു ഡിലേ എലമെന്റ് യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഓഫ് എൻ മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഒരു ഡിലേ എലമെന്റിന്റെ ആണ് എന്ത് വേണ്ടുന്നത്, പ്രീവിയസ് ഇൻപുട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു മെമ്മറി ആവശ്യമുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്തൊക്കെയാണ്, ഓപ്ഷൻ എ ആഡർ, ഓപ്ഷൻ ബി സിഗ്നൽ മൾട്ടിപ്ലയർ, ഓപ്ഷൻ സി യൂണിറ്റ് ഡിലേ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, യൂണിറ്റ് ഡിലേ ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഡെൽറ്റ ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഡെൽറ്റ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൽറ്റ ഓഫ് ടി ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് യു ഓഫ് ടി. അപ്പോൾ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ചോദിക്കുമ്പോൾ യു ഓഫ് ടി തന്നിട്ടുണ്ട്. യു ഓഫ് ടി ഏറി കുത്തരുത്. യു ഓഫ് ടിയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം 1 അല്ല, സോറി 1ന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം അല്ല യു ഓഫ് ടി എന്ന് പറയുന്നത്. പകരം എന്താണ് 1ന്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഡെൽറ്റ ഓഫ് ടി ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും
നമ്മൾ കൂടുതലും പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരിക്കലും വിട്ടുപോകാതെ പഠിച്ചുകൊണ്ട് പോകേണ്ടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ, അതായത് സിസ്റ്റം കോസൽ ആണോ നോൺ കോസൽ ആണോ, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ, ടൈം വേരിയിങ് ആണോ ടൈം ഇൻവേരിയിങ് ആണോ, അതേപോലെ സിസ്റ്റം സ്റ്റേബിൾ ആണോ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വേണം പോകാൻ. അപ്പം സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ കൂടുതൽ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് www.btechmedis.com എന്ന സൈറ്റ് സന്ദർശിക്കുക. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ ഇതുവരെ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്, അതും ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോൾവ് ചെയ്യുമ്പോൾ ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക്കലുകാർക്കും അതേപോലെ ഈസി സ്റ്റുഡൻസിനും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.